ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും ഒരു അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മൾ ഈ ചാനലിലൂടെ നമ്മുടെ സുധീഷിന്റെയും നിധിയുടെയും കഥ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളെല്ലാം കയറി കാണാൻ മറക്കരുത്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് അലീനയുടെയും മനുവിന്റെയും സുധീഷിന്റെയും നിധിയുടെയും കഥയുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം വരും ദിവസത്തെ അലീനയുടെയും മനുവിന്റെയും കഥയിലേക്ക് പോകുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു പുതിയ തലമുറയുടെ തെറ്റിപ്പോകുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതുപോലെ മോഹന വാഗ്ദാനങ്ങളിൽ വീണു പോകുന്ന ഒരു ശരണി എന്ന പെൺകുട്ടി ജീവിതം നശിപ്പിക്കുന്ന ഒരു രംഗമൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിലുണ്ട്. അപ്പം അങ്ങനെ ശരണ്യ എന്ന പെൺകുട്ടിയെ നമുക്കെല്ലാം അറിയാം, ഹരിയുടെ കാമുകിയാണ്. ഹരിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. പക്ഷേങ്കിൽ ഹരിയുടെ ഉദ്ദേശം മറ്റൊന്നാണ്, തന്റെ ശരീരം നേടിയെടുക്കുക. തന്നെ ശരണ്യ എന്ന പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ പലപ്പോഴും ഹരി ശരണ്യനെ പല പാർക്കുകളിലും പല മുറികളിലും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും അവിടുന്നെല്ലാം രക്ഷപ്പെടുവാൻ ആത്മാഭിമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തന്റെ അഭിമാനമാണ്, അല്ലെങ്കിൽ തന്റെ ശരീരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ ശരണ്യ അതിൽ നിന്നെല്ലാം ഒഴിവായി പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹരിക്ക് ഒരുപാട് ദേഷ്യമുണ്ടാകുകയും എങ്ങനെയെങ്കിലും അതിന് താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് തന്റെ കൂട്ടുകാരോടൊപ്പം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അങ്ങനെ ഒരു ഇല്ലാത്ത ബർത്ത്ഡേ ഫംഗ്ഷന്റെ പേരിൽ ശരണ്യയെ വിളിച്ചു വരുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട് നമ്മളാണ് പ്രധാനപ്പെട്ട ഗസ്റ്റ്, ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ വരണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഹരിയുടെ മോഹന വാഗ്ദാനത്തിൽ ശരണ്യ എന്ന പെൺകുട്ടി പെട്ടുപോയി കേട്ടോ. കാരണം ശരണ്യ പെട്ടുപോകും, കാരണം ശരണ്യ ഹരിനെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടുപോകുന്നത്. അങ്ങനെ ഹരിയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു എന്ന് ഈ പെൺകുട്ടി അറിയുന്നില്ല. അങ്ങനെ അതിനോടൊപ്പം തന്നെ ശരണ്യ എന്ന പെൺകുട്ടി എങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ കൊണ്ട് ഈ ചതിക്കുഴിയിലേക്ക് വീഴിക്കുവാൻ ശ്രമിച്ചോ അതേ രീതിയിൽ തന്നെ രോഗത്തിനെയും ഹരി ആ ചതിക്കുഴിയിലേക്ക് വലിച്ചിടുന്ന ഒരു ഭാഗമൊക്കെയാണ് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ. അങ്ങനെ രോഗത്തിന്റെ ബലഹീനതകൾ മനസ്സിലാക്കി രോഹിത്തിനേത് പറയുകയാണ്, എടാ നീ ഈ പ്രായമായിട്ടും നീ പെണ്ണുങ്ങളെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിന് പറ്റിയ ഒരു അവസരമാണ്. അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട, നീ ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ മതി, എല്ലാ കാര്യം ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് രോഹിത്തിനെയും ആ ചതിക്കുഴിയിലേക്ക് വലിച്ചിടുകയാണ്. അങ്ങനെ രോഹിത്തും തന്റെ ആഗ്രഹപ്രകാരം ഹരിയുടെ നിർദ്ദേശപ്രകാരം ആ വലിയ പാപത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട് ശരണ്യ ഹരിയെ വിശ്വസിച്ചുകൊണ്ട് തന്നോടൊപ്പം ആ ബർത്ത്ഡേ ഫംഗ്ഷന് വരികയാണ്. ആ വരുന്ന വഴിക്ക് ഹരിക്ക് മനസ്സിലായി, തന്റെ ആഗ്രഹം നടക്കണമെങ്കിൽ ഇവളെ നിർബന്ധിച്ചാലോ ഒന്നും നടക്കില്ല. മാത്രമല്ല അവളുടെ അനുവാദത്തോടു കൂടി തനിക്ക് അവളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൾ പ്രതിരോധിക്കും. അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും മയക്കിയെടുക്കണം. അതിനുവേണ്ടി താൻ കണ്ടെത്തിയത് താൻ ഒരു ബേക്കറിയിൽ നിന്ന് മേടിച്ച ഒരു ജ്യൂസിനകത്തും മയക്കുമരുന്ന് കലർത്തുകയും അങ്ങനെ പ്രതിരോധിക്കുവാൻ കഴിയത്തില്ലാത്തവളാക്കി ശരണിയെ മാറ്റുകയും ചെയ്യട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ ആ ജ്യൂസിൽ മയക്കുമരുന്ന് ചേർക്കുകയും ശരണി എന്ന പെൺകുട്ടി മയങ്ങിപ്പോവുകയും പ്രതിരോധ ശക്തി ഇല്ലാതെ വരികയും പാതി മയക്കത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അങ്ങനെ ആ വീട്ടിലേക്ക് ആൾപ്പാർപ്പില്ലാത്ത ആ വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം ഹരി ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും അതിനുശേഷം താൻ അനുഭവിക്കുക മാത്രമല്ല രോഗത്തിനെയും അതിൽ പങ്കാളിയാക്കുകയും രോഗത്തും തന്റെ ആഗ്രഹം സാധിച്ചെടുക്കുകയും ചെയ്യട്ടോ. അതിനുശേഷം കാണുന്നത് തന്റെ കൂട്ടുകാരന്മാരും ഈ ശരണി എന്ന പെൺകുട്ടിയെ ഉപയോഗിക്കുകയും അതിനുശേഷം ആ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി മരണപ്പെടുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് രോഗത്ത് പെട്ടെന്ന് വെപ്രാളമെടുക്കുകയും പേടിച്ചു വിറയ്ക്കുകയും അങ്ങനെ ഇറങ്ങി ഓടുകയും ചെയ്യുക. അപ്പൊ ഈ സമയത്ത് ഹരിക്ക് മനസ്സിലായി ഈ പെൺകുട്ടിക്ക് എന്തോ അപകടം സംഭവിച്ചു. ഈ രോഗത്ത് കാണിക്കുന്ന വെപ്രാളം തങ്ങളെ ജയിലിലേക്കാക്കും, അല്ലെങ്കിൽ തങ്ങളെ പെടുത്തും എന്ന് മനസ്സിലാക്കിയ ഹരി രോഗത്തിന് പുറകെ ഓടുകയും രോഗത്തിനെ പിടിച്ചു നിർത്തുകയും ചെയ്യുകയാണ്. അപ്പം രോഗത്ത് പറയുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്കിതിൻ്റെ അകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറയുകയും എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ ഹരി പറയാണ്, സംഭവിച്ചു പോയി, നമുക്ക് എല്ലാവർക്കും പറ്റിയതല്ല, നമ്മളെല്ലാം ഇതിനകത്ത് ഉത്തരവാദികളാണ്. അതുകൊണ്ട് നീ വെപ്രാളം കാണിക്കാതെ നീ ഇന്ന് അടങ്ങിയിരിക്കുക, ഇതിനെങ്ങനെയെങ്കിലും പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അകത്തു പോകും, നമ്മുടെ ജീവിതം നശിക്കുമെന്ന് പറഞ്ഞു ഹരിയെ പേടിപ്പിക്കുകയും അങ്ങനെ ഹരിയെ നിർബന്ധിച്ച്
ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റണം, അങ്ങനെ ആരും അറിയത്തില്ലാത്ത രീതിയിൽ എങ്ങോട്ടെങ്കിലും മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹരിയും രോഹിത്തും തന്റെ കൂട്ടുകാരന്മാരും ആ പെൺകുട്ടിയെ എടുത്തു മാറ്റുവാൻ ശ്രമിക്കുക കേട്ടോ. മരണപ്പെട്ട ആ പെൺകുട്ടിയെ എടുത്തു മാറ്റുവാൻ ശ്രമിക്കുക. എന്തായാലും ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല, രോഹിത്തിന്റെ ജീവിതവും അവിടെ നശിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനോടൊപ്പം കാണുന്ന ഈ സമയത്ത് എങ്ങനെയോ പോലീസിന് ഈ അറിവ് കിട്ടുകയും അങ്ങനെ പോലീസ് ഇവരെ ഒരു പക്ഷെങ്കിൽ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണുന്ന ഇവർ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തായിരിക്കാം. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പോലീസ് ഈ ഇൻഫർമേഷൻ കിട്ടുകയും അങ്ങനെ പോലീസ് ഈ കേസുമായിട്ട് അന്വേഷണം നടത്തി ഹരിയെയും രോഹിത്തിനെയും തന്റെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇത് പെട്ടെന്ന് വലിയൊരു കാട്ടുതീ പോലെ പടരുകയും അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം തന്റെ അച്ഛനമ്മമാരെ വിളിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഹരി പലപ്പോഴും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നുണ്ട്. തങ്ങൾക്കൊന്നും അറിയത്തില്ല. തങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ നമ്പരൊന്നും കൊടുക്കാതെ ഇരിക്കുന്ന സമയത്ത് പേടിച്ചു പറച്ച രോഹിത്ത് തന്റെ അച്ഛന്റെ നമ്പർ കൊടുക്കുകയും അമ്മ ആശുപത്രിയിലാണല്ലോ അങ്ങനെ കൊടുക്കുകയും അങ്ങനെ ബാലചന്ദ്രന്റെ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്യുമ്പോൾ തന്നെ എന്താണ് സാർ എന്ന് ചോദിക്കുക. അന്നേരം പറയും നിങ്ങളുടെ മോനല്ലേ രോഹിത്ത് എന്ന് ചോദിക്കും. അതെ സാർ എന്ന് പറയുക. അങ്ങനെ എത്രയും വേഗം ഇനി പോലീസ് സ്റ്റേഷൻ വരെ എത്തണം, ഒരു വലിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് ബാലചന്ദ്രൻ പേടിക്കുകയാണ്. പേടിച്ച് എന്തോ ഒരു നടക്കാൻ പാടില്ലാത്ത എന്തോ സംഭവിച്ചു എന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കി. എന്താണ് സാറ് എന്ന് ചോദിക്കുകയാണ്. അപ്പം പോലീസുകാരെ പറയുന്നുണ്ട് ഇല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞ് പറയാം, എന്തായാലും എത്രയും വേഗം വരണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് പറയുകയും അങ്ങനെ പെട്ടെന്ന് ബാലചന്ദ്രൻ അങ്ങോട്ട് ചെല്ലുക, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുകയും ചെയ്യാണ്. അങ്ങനെ പെട്ടെന്ന് ബാലചന്ദ്രൻ മാനസികമായിട്ടും ശാരീരികമായി തളർന്നു വീഴുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. കാരണം തന്നെ ഒരു വലിയൊരു ഷോക്കിൽ നിന്ന് അല്പം ഒന്ന് മോചിതനായി വരുന്ന സമയത്താണ് തന്റെ മക്കളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ഒരു അപകടകരമാകുന്ന വാർത്ത കേൾക്കുകയും അങ്ങനെ മാനസികമായി തകർന്നു പോകുന്ന ബാലചന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ഈ സമയത്ത് അലീനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അലീനയും എത്തുകയും പിറ്റേ ദിവസം അലീന എത്തുകയും കാര്യങ്ങൾ അന്വേഷിച്ച് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഹരിയും രോഹിത്തും കൂടെ നശിപ്പിച്ചു എന്ന് മനസ്സിലാക്കി അറിയുകയും അതിൽ വളരെ ഞടുക്കത്തോട് നിൽക്കുകയും ചെയ്യുന്ന അലീനയെയും ബാലചന്ദ്രനെയും ഒക്കെ കാണാം. ബാലചന്ദ്രൻ മാനസികമായിട്ട് തകർന്നു നിൽക്കുമ്പോൾ അലീന ചെന്ന് ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുക. അച്ഛാ, ഇങ്ങനെ തകർന്നു നിന്നിട്ട് കാര്യമില്ല, ഇതിന്റെ അകത്ത് സത്യം എന്താണ് എന്ന് നമ്മൾക്കറിയണം. രോഹിത്ത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. അവന് ചെയ്യാൻ ഒന്നെങ്കിൽ ചെയ്തുവെങ്കിൽ അതിന് ഹരിയുടെ നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ ഹരിയുടെ പ്രേരണപ്രകാരമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് രോഹിത്തിനെ രക്ഷിക്കണം. ആ രോഹിത്തിനെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം ചെയ്യണമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് എന്ത് ചെയ്യാനാ മോളെ, ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ അവര് നശിപ്പിച്ചത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അടങ്ങിയിരിക്കുക, ആശ്വസിക്കുക, അച്ഛൻ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കാതെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും, അവൻ തെറ്റ് ചെയ്യില്ല എന്ന് അലീന ഉറച്ചു പറയുകയും അങ്ങനെ പോലീസുകാരുമായിട്ട് സംസാരിക്കുകയും ഒടുവിൽ അലീനയ്ക്കൊരു കാര്യം മനസ്സിലായി. ഇത് രോഗത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ല, തെറ്റ് ചെയ്തുവെങ്കിലും അത് മുഖ്യ പ്രതി ഹരിയാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ സത്യങ്ങൾ അവിടെ വെച്ച് രോഗത്തിൽ നിന്ന് അറിയുകയും രോഗത്ത് അലീനയോട് സത്യങ്ങളൊക്കെ പറയും കേട്ടോ. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഹരി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയതാണെന്നും അങ്ങനെ അവിടെ വെച്ച് സംഭവിച്ച കാര്യമാണെന്നും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യാം. ഒരു പക്ഷെങ്കിൽ ചില സത്യങ്ങളൊക്കെ രോഗത്ത് മറച്ചു വെച്ചുവെങ്കിലും അങ്ങനെ ഹരിയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് മനസ്സിലാക്കിയ അലീന പോലീസുകാരുമായിട്ട് സംസാരിക്കുകയും എങ്ങനെയെങ്കിലും രോഗത്തിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യാണ്. അങ്ങനെ രോഗത്തിന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹരിയാണ് ഇതിന്റെ അകത്ത് പ്രധാന പ്രതിയെന്നും രോഗത്തിനെ പെടുത്തിയതാണെന്നും രോഗത്തിനെയും ഈ ശരണ്യ എന്ന പെൺകുട്ടിയും ചതിച്ചത് ഹരിയാണെന്നും പോലീസുകാരെ ബോധിപ്പിച്ചുകൊണ്ട് രോഗത്തിനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു ഭാഗമൊക്കെ വരുന്ന ദിവസത്തിൽ എപ്പിസോഡിൽ കാണാം. അങ്ങനെ അതിനുശേഷം കാണുന്നത് ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ വിടുകയും രോഗത്ത് ഇതിനകത്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ചെറിയ പണിഷ്മെന്റും ചെറിയ കുറ്റങ്ങൾ മാത്രം ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തോടു കൂടി പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം രോഗത്തിന് പശ്ചാത്താപവും ഉണ്ടാകുകയും തന്നെ രക്ഷിക്കാൻ ആരുമില്ലാത്ത സമയത്ത് അലീനയാണ് രക്ഷിച്ചതെന്നും അങ്ങനെ അലീനയില്ലായിരുന്നെങ്കിൽ തന്റെ ജീവിതം ഹരിയോടൊപ്പം ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ എന്നും ഓർത്ത് പൊട്ടിക്കരയുകയും അലീനയുടെ മുൻപിൽ താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കരയുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അലീന രോഹിത്തിനെ രക്ഷിച്ച്
ആ കുടുംബത്തിന്റെ മാനം രക്ഷിക്കുന്ന ഒരു മനോഹരമാകുന്ന നിമിഷമുണ്ട് ഈ വാർത്ത. അതിനോടൊപ്പം വൈജയന്തി ഈ വാർത്ത അറിയുകയും വൈജയന്തിയുടെ മനസ്സിലും ചില പശ്ചാത്താപം ഉണ്ടാകുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡ് കാണാം. വീണ്ടും വരും ദിവസത്തെ അപ്കമിംഗ് വിശേഷങ്ങളുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.